ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോണത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് വെള്ളപ്പാട്ട് റെഡിയാക്കണത്. വെള്ളപ്പത്തേക്ക് ചട്നിയും കൂടിയാണ് റെഡിയാക്കി എടുക്കുന്നത്. തക്കാളി ഇട്ടിട്ടുള്ള ചട്നി കേട്ടോ. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലു റാഞ്ചിയിലേക്ക് പോയിട്ട് 6ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇന്ന് അവന് വരുന്ന ദിവസമാണ് കേട്ടോ. അവനുണ്ടായതിന് ശേഷം ഇത്രയും കൂടുതൽ ദിവസം ഞാൻ അവനെ കാണാതിരുന്നിട്ടില്ല. അവനും എന്നെ ഇത്ര കൂടുതൽ ദിവസം കാണാതിരുന്നിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അവന് പോയിട്ടുള്ള. അപ്പോൾ അതൊക്കെ തീർത്ത് ഇന്ന് അവന് നാട്ടിലേക്ക് വരാനുള്ള ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവന് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ ഉച്ചക്ക് 1:30 ഫ്ലൈറ്റ് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ളത്. കാലിക്കറ്റിലേക്കാണ് പ്രാവശ്യം വരുന്നത്. അപ്പോൾ കാലിക്കറ്റിൽ 1:30 ഫ്ലൈറ്റ് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേക്ക് ഞങ്ങൾ ചോറൊക്കെ റെഡിയാക്കി. അവന് ഇഷ്ടപ്പെട്ട ബിരിയാണി തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ബിരിയാണി കേട്ടോ റെഡിയാക്കണത്. അങ്ങനെ ബിരിയാണിയും പിന്നെ അതിലേക്കുള്ള കൂട്ടാനുകളും എല്ലാം റെഡിയാക്കി വെച്ചു. ചോറ് ദം ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു 11:30-12 മണി ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിച്ചൻ്റെ ക്ലീനിങ്ങും ഗ്യാസ് ക്ലീനിങ്ങും കൗണ്ടർ ടോപ്പിൻ്റെ ക്ലീനിങ്ങും അങ്ങനെ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഒന്ന് ചെയ്തിട്ടുള്ളൂ. കിച്ചൺ മുഴുവനായിട്ട് ക്ലീനാക്കി. ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ഇന്ന് ക്ലീനാക്കിയിട്ടില്ല കേട്ടോ. എല്ലാത്തിനും കൂടെ നേരമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പോവുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള റോഡിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് എത്താൻ 1/2 മണിക്കൂർ ടൈമൊക്കെ മതി. പിന്നെ ഞങ്ങൾ 11 മണിക്കൊക്കെ ഇറങ്ങിയെന്ന് പറയുമ്പോൾ നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിലും കൂടെ പോകേണ്ടിണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറിയതിന് ശേഷമാണ് പിന്നെ എയർപോർട്ടിലേക്ക് തിരിച്ചത്. നമ്മൾ എത്തിയതും നമ്മളൊരു 1:15 ആ സമയത്ത് എയർപോർട്ടിൽ എത്തുകയും ചെയ്തു. 1:28 ഒക്കെ ആകുമ്പോഴേക്കും അവർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ ടൈം വെയിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അവർ വേഗം എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് അങ്ങനെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ പോരുക ചെയ്തത്. ഇന്ന് സ്കൂളിലെ ദിവസമായതുകൊണ്ട് തന്നെ ഞാനും ഹസ്ബൻഡും മാത്രമുള്ളായിരുന്നു കേട്ടോ എയർപോർട്ടിലേക്ക് പോകാൻ. കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അവരൊക്കെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഡൊമസ്റ്റിക് അറൈവലിൻ്റെ ഭാഗത്ത് നമ്മൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് അവരിതാ അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ഇറങ്ങി ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ സിലും അവൻ്റെ ഫ്രണ്ട്സുകളും സാറും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷമായി ഞങ്ങളെ കണ്ട ആ സമയത്ത്. പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്തത്. നമ്മൾ പോരുന്ന സമയത്ത് മറ്റേ കുട്ടികളും നമ്മളെ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്.
പിന്നെ അവിടെ നിന്നുള്ള കുറച്ച് ഫോട്ടോസും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ സിനുവിൻ്റെ ബോക്സിങ് ചാമ്പ്യൻഷിപ്പ് നടന്നല്ല, അവിടെ നിന്നുള്ള വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ അതും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു അവന് വരുമ്പോൾ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.